ഹായ്, ഇറ്റ്സ് മീ മനു ഭാരതി. മറ്റൊരു ഫോട്ടോ വിശേഷവുമായി സ്വാഗതം. ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത ബീച്ചിലാണ്. അതെ, ശംഖുമുഖം ബീച്ച്. ശംഖുമുഖം ബീച്ച് ഇപ്പോ കടലാക്രമണത്താൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ശംഖുമുഖം ബീച്ചിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കടല് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. കരയ്ക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല കടലിന്റെ ഈ ശക്തി. പൗരാണികമായ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ നടന്ന സ്ഥലമാണ് ശംഖുമുഖം. ശംഖുമുഖം ദേവിയുടെ മുന്നിൽ നിന്നും ശംഖുമുഖം ബീച്ച് അപ്രത്യക്ഷമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ശംഖുമുഖത്ത് വന്ന ഓരോരുത്തർക്കും അറിയാം, ശംഖുമുഖത്തുള്ള മത്സ്യകന്യകയുടെ മുന്നിൽ നിന്നും ചിത്രമെടുത്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഞാൻ ഇന്ന് തരാൻ പോകുന്ന ചിത്രങ്ങൾ ചിലപ്പോൾ നൊമ്പരപ്പെടുത്തുന്നതായിരിക്കാം. വരും കാലങ്ങളിൽ ശംഖുമുഖം ബീച്ച് നിലനിൽക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവനത്തിനായി പോകുന്ന ബോട്ടുകൾ, ആ വള്ളങ്ങളെല്ലാം കടലെടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കാത്തു സൂക്ഷിക്കാൻ അതിനെ സംരക്ഷിക്കുന്നതാണ് രാവിലെ തന്നെ ഞാൻ മുമ്പ് കണ്ടത്. കടല് ശക്തിയായി ആക്രമിച്ച് വീടുകൾ മൊത്തം തകർത്തു, അവരുടെ ബോട്ടുകളെല്ലാം തകർത്തു. എന്നാലും കടലിനോട് അവർക്കൊരു പരിഭവവുമില്ല, പരാതിയുമില്ല. അവർ വീണ്ടും കടലിൽ പോകാനുള്ള ശ്രമങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളാണ്. എങ്ങനെയാണ് ഇത് അവർക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പേരെന്താണ്? സദീപ്. ഞാനൊരു അഡ്വക്കേറ്റ് സന്ദീപ് വിജയനാഥൻ. ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോ എടുത്തോട്ടെ. എൻ്റെ പേര് മനു ഭാരതി എന്നാണ്. ഞാൻ യൂട്യൂബിൽ ഈ ചിത്രങ്ങൾ എടുത്തിട്ട് അത് ചരിത്രമാക്കാനുള്ളൊരു പരിപാടിയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൾച്ചറുകൾ, നമ്മുടെ സംസ്കാരങ്ങൾ, അങ്ങനെയുള്ള സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് അത് ചിത്രത്തിലൂടെ കഥ പറയാൻ ശ്രമിക്കുകയാണ്. ഈ ശംഖുമുഖം ബീച്ചിൽ എത്ര നാളെ കൽമണ്ഡപം തന്നെ കാണുമെന്നുള്ളത് ചില നിമിഷങ്ങൾ ഒരിക്കലും നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. അത്തരം അനുഭവങ്ങൾ യാത്രക്കിടയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിക്ചർ തയ്യാറാക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽ ഇങ്ങനെ തന്നെയല്ലേ? കുറെ ദിവസമായിട്ട് കടൽ ഇങ്ങനെ തന്നെയല്ലേ? ഇനിയിപ്പോ ഈ ബീച്ചിന്റെ പണിയൊക്കെ പാടി തന്നെയല്ലേ? ബീച്ചിന്റെ പണിയൊക്കെ പാടി തന്നെ. നിങ്ങൾക്ക് റിസ്ക് കൂടുതലല്ലേ? ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന ശല്യപ്പെടുത്താറാണ്. ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. ഇതുപോലെ പുരാതനമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുരാതന ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങൾ ശ്രദ്ധയില്ലാതെ, അനാസ്ഥ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. സാംസ്കാരിക പൈതൃകത്തിന്റെ ചില ഉറവിടങ്ങളാണ് ഇതെല്ലാം. ഇത് വരും തലമുറയ്ക്ക് നമ്മൾ തന്നെയല്ലേ കൈമാറി കൊടുക്കണ്ടേ? ഇതിന്റെ മൂല്യം അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വവും നമുക്കില്ലേ? കടൽ അതിന്റെ പൂർണ്ണ ശക്തിയുമായി കരകവർന്നുകൊണ്ടിരുന്നാലും മനുഷ്യന്റെ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടൊരുക്കി അതിനെ തിരിച്ച് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. വരും തലമുറയ്ക്ക് ശംഖുമുഖം ബീച്ച് ആസ്വാദനത്തിന്റെ ഒരു സ്ഥലമായി മാറട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഞാൻ ഇന്ന് ശംഖുമുഖം ബീച്ചും പരിസരമൊക്കെ ചുറ്റിക്കറങ്ങി അവിടുത്തെ കുറച്ച് ഫോട്ടോകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങൾ എന്റെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്ര പുറപ്പെടുന്നത്. ചിത്രം ചരിത്രമാക്കാൻ ക്യാമറമാൻ മനു ഭാരതിയോടൊപ്പം തുടങ്ങാം.
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകളല്ല ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ നിന്നും ശംഖുമുഖം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശംഖുമുഖത്തെ ചേർത്ത് പിടിച്ച്, ഈ ശംഖുമുഖം മാത്രമല്ല, നമുക്ക് പൗരാണിക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മൂല്യം മനസ്സിലാക്കി വരും തലമുറയ്ക്ക് കൈമാറി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ലോകം വിട്ടുപോകാൻ. അപ്പൊ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇപ്പൊ ഓരോ ഫോട്ടോകളിലും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ പുതിയ യാത്രകളും പുതിയ പുതിയ ആളുകളും എല്ലാം നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുന്നതിന് വളരെ സന്തോഷമുണ്ട്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകളാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ചിത്രം ചരിത്രമാക്കാൻ ക്യാമറമാൻ മനു ഭാരതിയോടൊപ്പം നിങ്ങളും. ഇപ്പൊ മറ്റൊരു ഫോട്ടോ വിശേഷവുമായി കാണാം. ബൈ ബൈ.